1998 പത്മശ്രീ കിട്ടിയതാണ് മമ്മൂട്ടിക്ക്. കാൽ നൂറ്റാണ്ടിനിപ്പുറവും എത്രയെത്ര വേറിട്ട വേഷങ്ങൾ കൊണ്ട് പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു മമ്മൂട്ടി. അതെ, ഒരു ഇന്ത്യൻ ചലച്ചിത്ര താരത്തെ പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നീ ബഹുമതികൾക്ക് പരിഗണിക്കുന്നുവെങ്കിൽ ആദ്യത്തെ പേരുകാരൻ മമ്മൂട്ടി തന്നെ ആകണ്ടേ എന്നാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച. ചിരഞ്ജീവിക്ക് പത്മവിഭൂഷൺ, മിഥുൻ ചക്രവർത്തിക്ക് പത്മഭൂഷൺ എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വായിച്ചപ്പോൾ ഞാൻ ആദ്യമോർത്തത് മമ്മൂട്ടിയെക്കുറിച്ചാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതിനു പുറമെ ടി പത്മനാഭൻ, സാനുമാഷ്, സി രാധാകൃഷ്ണൻ, സാറാ ജോസഫ്, സജിത ശങ്കർ, സുജാത മോഹൻ, ഡോക്ടർ എം.വി. പിള്ള, ദീപൻ ശിവരാമൻ, ഡോക്ടർ വി.എസ്. വിജയൻ, ശ്രീകുമാരൻ തമ്പി തുടങ്ങി എത്ര പ്രതിഭാശാലികളിൽ നിന്ന് ഇപ്പോഴും അകന്നു നിൽക്കുകയാണ് പത്മ പുരസ്കാരങ്ങൾ എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് വി.ഡി. എല്ലാ മേഖലകളിലും കാവ്യ രാഷ്ട്രീയം പിടിമുറുക്കുന്നതിന്റെ അനന്തരഫലമാണിതെന്നാണ് സൂരജ് രവി പറയുന്നത്. 1998 വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് മഹാനടൻ മമ്മൂട്ടിക്ക് പത്മശ്രീ ലഭിക്കുന്നത്. അതിനുശേഷം 10 വർഷം കോൺഗ്രസ് സർക്കാർ ഇരുന്നപ്പോൾ അദ്ദേഹത്തെ എന്തുകൊണ്ട് പരിഗണിച്ചില്ലെന്നാണ് ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താന്റെ ചോദ്യം. മമ്മൂട്ടിക്ക് 1997 കോൺഗ്രസ് കൂടി ഉൾപ്പെട്ട മന്ത്രിസഭ കേന്ദ്രം ഭരിക്കുമ്പോഴാണ് പത്മശ്രീ നൽകുന്നത്. അത് സമ്മാനിച്ചത് 98 വാജ്പേയി ആണെന്ന് മാത്രം. ഭരണം മാറിയത് കൊണ്ടാണത്, അല്ലാതെ BJP സർക്കാർ അല്ല മമ്മൂട്ടിക്ക് പത്മശ്രീ കൊടുത്തുവെന്നാണ് ഷാജി സോപാനം വാദിക്കുന്നത്. ഇന്നേ വരെ പത്മശ്രീ പോലും കിട്ടിയിട്ടില്ലാത്ത ആളാണ് മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രൻ. മമ്മൂട്ടിക്ക് പണ്ട് പത്മശ്രീ കിട്ടും മുമ്പേ പത്മശ്രീ കിട്ടേണ്ട കലാകാരൻ. കോൺഗ്രസ് എത്രയോ വട്ടം കേരളത്തിലും കേന്ദ്രത്തിലും ഭരണത്തിലിരുന്നു. എന്നിട്ട് പോലും അതിനുള്ള നടപടി അന്ന് എടുക്കാത്ത നിങ്ങൾക്കൊക്കെ എന്തു ധാർമ്മികതയാണ് ഇപ്പോൾ മമ്മൂട്ടിക്ക് കിട്ടാത്തവനെക്കുറിച്ച് പറയാനെന്ന് ചോദിക്കുന്നു PV സുദർശനൻ. മമ്മൂട്ടിക്ക് കൊടുക്കാമായിരുന്നു. ഈ ലിസ്റ്റിലുള്ളവരെക്കാൾ 10 മടങ്ങ് അപ്പുറം എന്തുകൊണ്ടും അർഹനായിരുന്നു അദ്ദേഹമെന്നാണ് അഭിലാഷ് മോഹനന്റെ കമന്റ്. ബഹുമതികൾ ലഭിക്കാനായി ഭരണകൂടത്തിന്റെ മുന്നിൽ നിലപാടില്ലാതെ മുട്ടിലിഴയുന്ന ജന്മങ്ങളുള്ള ഇന്നിന്റെ കാലത്ത് പുരസ്കാരങ്ങൾ ലഭിക്കാതിരിക്കുക എന്നതാണ് അതാത് മേഖലയിലെ പ്രഗത്ഭന്മാർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതിയെന്നാണ് സക്കീർ VPയുടെ രോഷപ്രകടനം. അർഹതയില്ലാത്തവർ സ്ഥാനത്തിരിക്കുമ്പോൾ അർഹതയില്ലാത്തവരെ തിരികെ കയറ്റുമെന്നാണ് രാജേഷ് പറയുന്നത്. ജനങ്ങളുടെ ഹൃദയത്തിലുള്ള അവാർഡിനേക്കാൾ വലുതല്ല ഒരു അവാർഡും എന്ന് പറയുകയാണ് അക്ബർ. പുരസ്കാരം നേടിയവരുടെ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ചിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പരിഹസിക്കുന്നു ആശാ പ്രജിത്ത്. ചില കാര്യങ്ങളിൽ തഴയപ്പെടുന്നതാണ് ഏറ്റവും വലിയ ബഹുമതിയും അംഗീകാരവും. ഇല്ലെങ്കിൽ അനർഹരുടെ കൂട്ടത്തിൽപ്പെട്ട് അപമാനിതരാകേണ്ടി വരുമെന്നാണ് ബഷീർ കമന്റിലൂടെ വ്യക്തമാക്കുന്നത്.